US പ്രതിരോധം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ കാഴ്ചയായിരുന്നു ഇറാൻ അമേരിക്ക വാറില് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കണ്ടേ. US അഞ്ചാം കപ്പൽ പടയുടെ ആസ്ഥാനമായിട്ടുള്ള ബഹ്റൈൻ അടക്കം, അതേപോലെ തന്നെ സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങളിലുള്ള എല്ലാ US ബേസുകളും ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നടിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടേ, അല്ലെ? കമാൻഡിങ് സെന്ററുകള്, അതേപോലെ തന്നെ ഇവരുടെ ലോഞ്ചിങ് പാഡുകള്, അതേപോലെ തന്നെ ഈ റഡാർ സ്റ്റേഷൻസ്, അതേപോലെ തന്നെ കുടിവെള്ള ടാങ്കുകൾ അടക്കം ഇറാൻ അന്ന് മിസൈൽ ആക്രമണത്തിലൂടെയും അതേപോലെ തന്നെ ഡ്രോൺ ആക്രമണത്തിലൂടെയും തകർത്ത് തരിപ്പണമാക്കി. അപ്പോ ഇത് ആദ്യം US സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് BBC, വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള മാധ്യമങ്ങള് ഉപഗ്രഹ ചിത്രങ്ങൾ വെച്ചിട്ടാണ് എന്തോരം നാശനഷ്ടങ്ങളാണ് US ഉണ്ടായേക്കുന്നത് എന്നുള്ളത് അന്ന് പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അതിനുശേഷം വാൾ സ്ട്രീറ്റ് ജേണൽ ഇപ്പോ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ബഹ്റൈനിലുള്ള അഞ്ചാം കപ്പൽ പടയുടെ ആസ്ഥാനമടക്കം അവിടെ നിന്നും എല്ലാ US താവളങ്ങളും മാറ്റി കുറച്ചും കൂടെ പടിഞ്ഞാറോട്ട് നീക്കി വെക്കാനുള്ള പരിപാടിയിലാണ് US എന്നുള്ളതാണ്. 240 കിലോമീറ്റർ ആണ് ഇറാന്റെ അതിർത്തിയിൽ നിന്നും ഈ പറയുന്ന ബഹ്റൈനിലോട്ടുള്ള ദൂരം. ആ 240 കിലോമീറ്റർ ഡിസ്റ്റൻസില് ഇറാന്റെ മൂക്കിന്റെ തുഞ്ചിന്റെ താഴത്ത് ഒരു ചെറിയ ഒരു രോമം തൂങ്ങിക്കിടക്കുന്ന പോലെ ഈ ബഹ്റൈൻ എന്ന രാജ്യവും അതില് US അഞ്ചാം കപ്പൽ പടയുടെ ആസ്ഥാനവും. അതായത് യഥാർത്ഥത്തിൽ ഈ ഇറാൻ ഒന്ന് ആഞ്ഞു വലിച്ചാൽ ഇറാന്റെ മൂക്കിലോട്ട് അങ്ങ് കയറി പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതായത് ഇസ്രായേലിന്റെ അടുത്ത് കിടക്കുന്ന ലെബനോന് എത്രത്തോളം ഫ്രജൈലാണ് ഈ ലെബനോൻ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇസ്രായേൽ ഒന്ന് ആഞ്ഞു വലിച്ച ലെബനോൻ ഇസ്രായേലിന്റെ മുക്കി കയറും, ആ അവസ്ഥയാ. അതേപോലെ തന്നെയാണ് US അഞ്ചാം കപ്പൽ പടയുടെ ആസ്ഥാനമായിട്ടുള്ള ബഹ്റൈന്റെ കാര്യവും. അതായത് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയിട്ടില്ല. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ചെറുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റിയിട്ടില്ല. ഇത് തന്നെയാണ് ഖത്തറിലും സംഭവിച്ചത്, കുവൈത്തിലും സംഭവിച്ചത്, അതേപോലെ തന്നെ ഈ പറയുന്ന ബഹ്റൈനിലും സംഭവിച്ചത്. അപ്പോ ഇനി അവിടെ താവളം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടായതിനേക്കാൾ നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സകല സാധ്യതയും അവിടെ ഉണ്ട്. ഇത് US മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കപ്പൽ പടക്ക് ബഹ്റൈനിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ചോക്ക് പോയിന്റ് ആയിട്ടുള്ള ഹോർമൂസ് കടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അവിടെ ഇറാൻ ഇപ്പൊ ഒരു നിലപാട് എടുക്കുന്നത് പുതിയ റൂട്ടുകൾ ഒന്നും തന്നെ അനുവദനീയമല്ല, ഇറാൻ പറയുന്ന റൂട്ടുകളിലൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടെ US ഏതെങ്കിലും തരത്തിലുള്ള വാർഷിപ്പുകൾക്ക് നേരെ ഒരു ഭീഷണി ഉയർത്താൻ മാത്രം ശക്തരല്ല ഈ പറയുന്ന ഇറാൻ എന്നുള്ളതും കൂടെ കാണണം. കാരണം ആ വാർഷിപ്പുകൾക്കകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് അങ്ങനെയാണ്. അതായത് ഈ പറയുന്ന ദൂരെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന ഗണ്ണുകളും എല്ലാം ഉള്ള സജ്ജീകരണങ്ങളുള്ള കപ്പലുകളാണ്. അപ്പൊ കപ്പലുകൾക്ക് നേരിട്ട് ഭീഷണി ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഭീഷണി നിലനിൽക്കുന്ന ഒരു സ്ഥലത്തിലൂടെ വേണ്ടി വരും ഈ കപ്പലിനെ ഓടിച്ച് ഈ ബഹ്റൈനിലോട്ട് എത്താൻ എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാണ് ഈ പറയുന്ന US താവളങ്ങള് കുറച്ചും കൂടെ പടിഞ്ഞാറോട്ട് നീക്കാനുള്ള പരിപാടി നടത്തുന്നത്. പക്ഷെ പടിഞ്ഞാറോട്ട് നീക്കാന്ന് പറഞ്ഞാലും അതും തന്നെ എത്രത്തോളം ഇറാന്റെ മിസൈൽ പരിധിക്ക് അപ്പുറത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇറാന്റെ മിസൈൽ പരിധിക്ക് അപ്പുറത്തല്ല. അതും കൂടെ കാണണം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന MOU സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാളെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ഫയറിംഗ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഇറാന്റെ ദ്വീപുകളിലേക്കും അതേപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അന്ന് അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിട്ടാലിയേഷൻ ആയിട്ട് അന്ന് ഇറാൻ ആക്രമണം നടത്തിയത് ഒന്ന് കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിനെയാണ്. പിന്നീട് ഒരാക്രമണം ഇറാൻ നടത്തിയത് അത് ജോർഡാനിലാണ്. അപ്പോ ഇറാന്റെ മിസൈൽ ശേഷി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മിസൈൽ ശേഷിക്ക് അപ്പുറത്ത് ഇവര് താവളം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു താവളം അവർ നിർമ്മിച്ചിട്ടും വലിയ കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. ഇപ്പൊ ഡീഗ ഗാർഷ്യ ദ്വീപുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ
ശ്രീലങ്കയ്ക്കൊക്കെ താഴെയായിട്ട് വരുന്ന ഒരു ബ്രിട്ടീഷ് ടെറിട്ടറിയാണ് അത്. അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടൻ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം. അങ്ങോട്ടേക്ക് വരെ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ അയക്കാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ പറയുന്ന ദ്വീപിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ അത്രയും ദൂരപരിധി ഉണ്ട് ഇറാന്റെ മിസൈലുകൾക്ക് എന്നുള്ളതാണ്. അതും തന്നെ സൂപ്പർസോണിക് മിസൈലുകളാണ് എന്നുള്ളതും കൂടെ കാണണം. അപ്പൊ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന 240 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അത് മാത്രമല്ല ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു എന്നുള്ളത് മാത്രമല്ല, ഇറാന്റെ ഡ്രോൺ പരിധിക്കും അപ്പുറത്തോട്ട് പോവാന്നുള്ളൊരു പ്ലാനും കൂടെ ഇസ്രായേലിനുണ്ട്. സോറി, അമേരിക്കക്ക് ഉണ്ട് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള കുറച്ച് ടെക്നോളജീസ്, ഇപ്പൊ മെഷ് നെറ്റ്വർക്കിംഗ് ടെക്നോളജി പോലെയുള്ള ടെക്നോളജീസ് ഇറാന്റെ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഡ്രോണുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഡ്രോണുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോ ഒരു 200 ഡ്രോണുകൾ ഒരു കോൺവോയ് ആയിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്വാം അറ്റാക്ക് നടത്തുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു റഡാറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രോണുകൾ റഡാറിനെ അറ്റാക്ക് ചെയ്യാനും ബാക്കിയുള്ള ഡ്രോണുകൾ മുൻകൂട്ടി നിശ്ചയിച്ച് അതേ ലൊക്കേഷനിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഉക്രൈനിൽ കിട്ടിയിട്ടുള്ള, റഷ്യ ഉക്രൈനെ നേരെ ആക്രമണം നടത്തിയപ്പോ ഉക്രൈനിൽ വീണ് കിട്ടിയിട്ടുള്ള ഡ്രോണുകളെ ഫോറൻസിക് പരിശോധന നടത്തുമ്പോഴാണ് ഇങ്ങനത്തെ ടെക്നോളജി ഡ്രോണിനകത്ത് യഥാർത്ഥത്തിൽ ഇറാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം അന്ന് റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇറാന്റെ കയ്യിൽ നിന്നുമായിട്ടുള്ള ഡ്രോണുകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ലോകത്തിലെ ഏറ്റവും വലിയ അണുവായുധ ശക്തി, ഏതൊക്കെ തരത്തിലെ അണുവായുധങ്ങളുള്ള, ഇപ്പൊ ഇവരുടെ കയ്യിൽ ഒരു സബ്മറൈൻ ഉണ്ട്. ആ സബ്മറൈൻ മൊത്തത്തില് പല തരത്തിലുള്ള അണുവായുധങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് മാത്രമല്ല, ഇവരുടെ കയ്യിലുള്ള എന്താ പറയാ യുദ്ധക്കപ്പലുകളുണ്ട്. യുദ്ധക്കപ്പലുകൾ പ്രവർത്തിക്കുന്നത് ആ കപ്പലുകൾക്കകത്ത് ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല, താടുണ്ട്, പാട്രിയോട്ട് ഉണ്ട്, അയൺ ഡോം ഉണ്ട്, ആരോ ഉണ്ട്, അല്ലെ, F-15 ഉണ്ട്, F-35 ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ടെക്നോളജി ഇല്ല. ഇത്രയും ഇന്ന് വരെ അതിന്റെ മുകളിൽ ഒരു ടെക്നോളജി ഇല്ല. അത്രയും ടെക്നോളജി ഉള്ള, അത്രയും അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളുള്ള, അത്രയും വാർഷിപ്പുകളുള്ള, അതേപോലെ തന്നെ അത്ര അധികം സൈനിക ബജറ്റ് ഉള്ള രാജ്യം. ആ രാജ്യത്തിന് ഇറാൻ എന്ന് പറയുന്ന ഒരു 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 അമേരിക്കക്ക് ഒരു രോമം പോലെ കാണുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭീഷണി കൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ താവളങ്ങൾ അവർ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ ഈ പറഞ്ഞ ചീട്ടുകൊട്ടാരത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് എത്രത്തോളമാണെന്നുള്ളതും കൂടിയാണ് യഥാർത്ഥത്തില് വാൾസ്ട്രീറ്റ് ജേണൽ ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അമേരിക്കയെ കൊണ്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു അറ്റാക്കും അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു യുദ്ധമാണ് യഥാർത്ഥത്തില് ഇറാനുമായിട്ട് കഴിഞ്ഞു പോയതെന്നുള്ളത് മനസ്സിലാക്കണം. ഏതൊരു ചെറിയ ശക്തിയെയും, അതായത് സൈനികമായിട്ട് അത്ര പ്രബലരല്ല, 43-44 വർഷമായിട്ട് ഈ പറയുന്ന ഉപരോധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാൻ, ടെക്നോളജി വേറൊരു രാജ്യങ്ങളിൽ നിന്നും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടത്തില്ല. യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള അത്യാധുനിക യുദ്ധ വിമാനങ്ങളോ അല്ലെങ്കിൽ യുദ്ധ സജ്ജീകരണങ്ങളോ ലഭ്യമല്ല. ഡോളറിൽ വിനിമയം നടത്താൻ പറ്റുന്നില്ല. എണ്ണ ലോകത്തിലെ ഈ പറയുന്ന ആഗോള മാർക്കറ്റിൽ വിൽക്കാനുള്ള അനുമതിയില്ല. ഇങ്ങനെ പല തരത്തില് ഇറാന്റെ 2 കൈയും 2 കാലും പൂട്ടി ഒരു കണ്ണടയും വെച്ചു കൊടുത്ത്, ഒരു ഡാർക്ക് കണ്ണടയും വെച്ചു കൊടുത്ത് അത്രയും ഇരുട്ടിൽ നിർത്തിയ ഒരു രാജ്യമാണ്. ഈ കാര്യങ്ങളിലെല്ലാം ഓപ്പൺനെസ് ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള ഒരു രാജ്യത്തിന് മുട്ടുകുത്തിച്ചത് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു ചെറിയ ശക്തിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം. ഇതാണ് യഥാർത്ഥത്തിൽ ട്രംപിന് സംഭവിച്ചതും. അപ്പോൾ വാൾസ്ട്രീറ്റ് ജേണലിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി ഇവിടുന്ന് പാർസലാക്കി വിടാനുള്ള പരിപാടിയാണ് ഇപ്പൊ നടത്തുന്നത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കുന്ന സൗദി അറേബ്യ യഥാർത്ഥത്തില് അവരുടെ സെക്യൂരിറ്റി അവർ പാകിസ്ഥാനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണെന്നുള്ളതാണ്.